ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പീസരിന്റെ തോൽവിക്ക് പിന്നാലെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം. പാണക്കാട് തങ്ങൾ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി വിജയിച്ചു, വേറെ ചിലർ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു, ആർക്കൊപ്പമാണ് മുസ്ലിം സമുദായമെന്ന് ബോധ്യപ്പെട്ടു എന്നുമാണ് പരിഹാസം. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം രംഗത്ത് വരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. ഇടത് സ്ഥാനാർത്ഥി പീസറിനെ അനുഗ്രഹിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പം എന്ന് വ്യക്തമായി എന്നും PM.A. സലാം പറയുന്നു. ആദ്യം PM.A. സലാമിന്റെ വാക്കുകളിലേക്ക്. ബഹുമാനപ്പെട്ട പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടിയുണ്ടായി. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ്. ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഞാൻ ഒളിയമ്പ് ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ മൂന്നാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ ജിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജിഫ്രിയെ അപമാനിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ കാല് മാറ്റി കൊണ്ടുവന്ന് ഇത്രത്തോളം അപമാനിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയത്. ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു അത് തന്നെയാണ്. അത് മാറ്റിമറിക്കാൻ കാലങ്ങളായി നടക്കുന്ന ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ വ്യാജമായ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ തൃക്കാക്കരയെ പ്രതിനിധീകരിക്കാൻ പോകുന്ന പ്രിയങ്കരനായ ജോ ജോസഫിനെ ഒരിക്കൽ കൂടി ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ,